ഓഗസ്റ്റ് 2 വെഴ്സലിയിലെ വിശുദ്ധ എവൂസെബിയൂസ് മെത്രാൻ. ജനനം 283 മാർച്ച് 2 സർഡീനിയയിൽ. മരണം 371 ഓഗസ്റ്റ് 1 വെഴ്സലിയിൽ. സർഡീനിയ ദ്വീപിൽ ഒരു കുലീന കുടുംബത്തിൽ എവൂസെബിയൂസ് ജനിച്ചു. പിതാവ് ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി കാരാഗ്രഹത്തിൽ കിടന്നാണ് മരിച്ചത്. എവൂസെബിയൂസ് ഭക്തിയിൽ വളർന്നു. വിശുദ്ധ സിൽവസ്റ്ററിൻ്റെ കരങ്ങളിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. 340 പീഡ്മോണ്ടിൽ വെഴ്സലിയിലെ മെത്രാനായി. അദ്ദേഹം ഇടവക വൈദികർക്ക് ആശ്രമവാസികളുടെ നിയമമാണ് കൊടുത്തത്. തൽഫലമായി അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലുണ്ടായിരുന്ന ഇടവക വൈദികർ പല സ്ഥലങ്ങളിലും മെത്രാന്മാരായി. പ്രശാന്തമായ ഈ ജീവിതം അധികനാൾ നീണ്ടുനിന്നില്ല. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആര്യനായിരുന്നു. 354 മിലാനിൽ ഒരു സൂനഹദോസ് ചേർന്നു. അത്തനേഷ്യസിനെ ശപിക്കാൻ ചക്രവർത്തി സൂനഹദോസിനോട് ആവശ്യപ്പെട്ടു. ഇത് അങ്ങയുടെ അഭിപ്രായപ്രകാരം നിശ്ചയിക്കേണ്ട ഒരു ലൗകിക സംഗതിയല്ല. മെത്രാന്മാർ മറുപടി നൽകി. നിങ്ങൾ അനുസരിക്കുക, അല്ലെങ്കിൽ ബഹിഷ്കരിക്കപ്പെടും, ചക്രവർത്തിയും പ്രഖ്യാപിച്ചു. അവിടെ സമ്മേളിച്ചിരുന്ന മെത്രാന്മാരെല്ലാം നാടുകടത്തപ്പെട്ടു. എവൂസെബിയൂസ് ആദ്യം പാലസ്തീനായിലേക്കും അവിടെ നിന്ന് കപ്പദോക്യയിലേക്കും പിന്നീട് ഈജിപ്തിലേക്കും നാടുകടത്തപ്പെട്ടു. അവിടെയെല്ലാം ബിഷപ്പ് എവൂസെബിയൂസ് വളരെയേറെ സഹിക്കേണ്ടി വന്നു. 361 കോൺസ്റ്റന്റൈൻ മരിച്ചു. ജൂലിയൻ ചക്രവർത്തി മതത്യാഗിയായിരുന്നുവെങ്കിലും എല്ലാ മെത്രാന്മാർക്കും സ്വന്തം രൂപതകളിലേക്ക് മടങ്ങുവാൻ അനുവാദം നൽകി. മാർഗമധ്യേ അനേകരുടെ വിശ്വാസം ദൃഢവൽക്കരിച്ചുകൊണ്ട് വെഴ്സലിയിലെ രൂപതയിലേക്ക് എവൂസെബിയൂസ് മടങ്ങി. 371 എവൂസെബിയൂസ് മരിച്ചുവെന്ന് വിശുദ്ധ ജെറോം സാക്ഷ്യപ്പെടുത്തുന്നു. വചനം ഗലാത്യ 6 അധ്യായം 1 വാക്യം. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. വിചിന്തനം. ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരാം. തൻ്റെ മകൻ സമ്പത്തെല്ലാം നശിപ്പിച്ച് ഒന്നുമില്ലാത്തവനെ പോലെ തിരികെ വരുമ്പോഴും മുദ്രമോദ്രം കൊടുത്ത് മകനെ സ്വാഗതം ചെയ്യുന്ന പിതാവ്. അതാണ് ദൈവസ്നേഹമെന്ന് പറയുന്നത്. നമ്മുടെ ഇന്നലകളെക്കുറിച്ച് ആകുലപ്പെടുന്ന ഒരു പിതാവല്ല സ്വർഗത്തിൽ നമുക്കുള്ളത്. നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരാം. എനിക്ക് ഒരു തെറ്റ് പറ്റിയേക്കാം, എന്നാൽ ഞാനൊരു പാഷണ്ടി ആകെയില്ല എന്ന അഗസ്റ്റിൻ്റെ വാക്കുകൾ എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവട്ടെ. അവിടെ നമുക്ക് വേണ്ടി ഈശോ മാധ്യസ്ഥം വഹിക്കും. ആ സ്വർഗരാജ്യത്തിന് ഏവർക്കും അവകാശം ലഭിക്കുകയും ചെയ്യും. ഇല്ല, അത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരുക്കമുള്ളവരായാൽ മാത്രം മതി.